IFBHന്റെ 1980 ദിന മലയാള വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് IFBHന്റെ പ്രസിഡന്റും കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ഡോക്ടറും കൂടിയായ, അതുപോലെ കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഇസ്മായിൽ സേഠ് സാറാണ്. വെബിനാറിന്റെ ആദ്യ ഭാഗമായിട്ട് 1 മിനിറ്റ് മൗന പ്രാർത്ഥനയാണ്. സാറ് ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ജോയിൻ ചെയ്യാൻ ഞാൻ വിളിച്ചിരുന്നു. ഇപ്പൊ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചില സുപ്രധാനമായ ചില കാര്യങ്ങൾ എല്ലാവരോടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. IFBHന്റെ 1980 എന്ന് പറയുമ്പോൾ ഇനി വെറും 20 ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ 2000 ദിനത്തിൽ എത്തിച്ചേരുവാൻ. അതൊരു ഗംഭീര ആഘോഷമാക്കണമെന്ന് നാം പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് ബാംഗ്ലൂർ വെച്ച് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ അവിടുത്തെ സംഘടനക്കാരുമായിട്ട് യോജിച്ചുകൊണ്ടാണ് അത് ചെയ്യാൻ നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നാഷണൽ സെമിനാറും ഒക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് ഏപ്രിൽ മാസം അവസാനത്തേക്ക് അത് പറ്റുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ഇത് ഒരു ഇന്റർനാഷണൽ സംഘടനയായതുകൊണ്ട്, ഒരു വേദി ആയതുകൊണ്ട് നമുക്കൊരു വ്യത്യസ്തമായ ഒരു ആഘോഷത്തിൽ ഒന്ന് തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു ആലോചന നടത്തുകയുണ്ടായി. അത് വളരെ വേഗത്തിൽ നടത്തിയ ഒരു ആലോചനയാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ ജോസ് ഐസക് സാറിന്റെ സ്ഥാപനത്തിൽ, അതായത് സാറ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഡോക്ടർമാർക്ക്, അപ്പം നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടന കൂടി ആയതുകൊണ്ട് വിദേശത്തുള്ള കുറച്ച് ഡോക്ടർമാരെ പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാറിന്റെ അവിടെ ഇപ്പോൾ ഏകദേശം 25ഓളം റഷ്യയിൽ നിന്നും ബേസിസ്കാനും അതുപോലുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന കുറെ ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഔപചാരികമായ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്താമെന്ന് നമ്മൾ പരിപാടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് അടുത്ത അവർക്ക് 12-ാം തീയതി പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ 8-ാം തീയതി ഞായറാഴ്ച അത് സംഘടിപ്പിക്കാമെന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു പരിപാടിയിൽ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50 പേരെങ്കിലും വെച്ച് നമുക്ക് നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിയുന്നതും പരമാവധി പേര് തരികയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം നടത്താൻ പറ്റും. ഇപ്പൊ തന്നെ ഏകദേശം 10ഓളം പേര് ഇപ്പൊ തന്നെ പേര് തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു 30 പേരിലോട്ട് കൂടി എത്തിക്കാൻ പറ്റിയാൽ നമുക്ക് അത് നടത്താവുന്നുണ്ട്. വളരെ സാമ്പത്തിക ചെലവ് കുറച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് പരിപാടി ഇട്ടിരിക്കുന്നത്. സാറിന് തന്നെ അവിടെ ഒരു സെമിനാർ ഹാളുണ്ട്. ആ സെമിനാർ ഹാളിൽ വെച്ച് തന്നെ നമുക്ക് പരിപാടി നടത്താവുന്നതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അധിക ബാധ്യതയില്ലാതെ നമുക്ക് ആ പരിപാടി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കഴിയുന്നതും ചൊവ്വാഴ്ച ഒരു 8 മണിക്ക് മുമ്പായിട്ട് പേര് തരികയാണെങ്കിൽ, നമ്മളുടെ ഈ കോറം തികയുന്നുണ്ടെങ്കിൽ അന്ന് നടത്താം. അന്ന് മറ്റ് പല സംഘടനകളുടെയും സെമിനാറുകൾ ഉള്ളൊരു ദിവസമാണ് 8-ാം തീയതി. അപ്പൊ ആ 8-ാം തീയതി അങ്ങനെ വരുന്നത് കൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അവരെ ആദരിക്കാനും കൂടെയുള്ള ഒരു അവസരമായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് ആ ഒരു സെമിനാർ സംഘടിപ്പിക്കാവുന്ന IFBHന്റെ 2000 ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും നമുക്ക് ചെയ്യാവുന്നതാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. പരിപാടി ഇത്രയൊന്ന് ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ ഷൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ധനേഷ് ഡോക്ടറെ, ധനേഷ് ഡോക്ടർ പറഞ്ഞ കാര്യം എല്ലാവരും ഗൗരവത്തിലെടുക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥി IFBHന്റെ തന്നെ ഏറ്റവും സീനിയറും ഏറ്റവും ലീഡിംഗ് പ്രാക്ടീസും എല്ലാം ഉള്ള IFBHന്റെ പ്രസിഡന്റ്, ആദരണീയനായ പ്രസിഡന്റ് കൂടിയ ഇസ്മായിൽ സേഠ് സാറാണ്.
അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർഡ് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. സേട്ട് സാറിനൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളോ സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ, ഏതെങ്കിലും കേസുകളോ ഏതെങ്കിലും അസുഖങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ, ഏതെങ്കിലും മെഡിസിനെ കുറിച്ചോ എന്തെങ്കിലും കേസുകളെ കുറിച്ചൊക്കെ സംശയങ്ങൾ സാറിനോട് ചോദിക്കാം, എന്തും ചോദിക്കാം. സാറ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഹാൻഡ് റൈസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് ഓരോരുത്തരെ ക്ഷണിക്കുന്നതാണ്. ആദ്യമായി എന്തായാലും സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാറിന് ആമുഖമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. നമ്മളിപ്പോ ജോസ് ഐസക്കിന്റെ ഗസ്റ്റിനെ നമ്മൾ സ്വീകരിക്കാൻ പറ്റിയ പറഞ്ഞല്ലോ അല്ലേ? 10-12 പേരെ ചേർന്ന് പറഞ്ഞു. എന്റെ പേര് ചേർക്കാൻ മറന്നു പോലെ. സാറിന്റെ പേര് സാറിന്റെ പേരുണ്ടെന്നു. സാറിന്റെ പേരാണ് നമ്പർ 1. ശരി. സാറല്ലേ പറഞ്ഞു. പണ്ട് തന്നെ പറഞ്ഞ പോലെ കല്യാണം വിളിക്കുമ്പോഴേക്ക് പയ്യനെ വിളിക്കാൻ മറന്നു പോയെന്ന് പറഞ്ഞ പോലെ. നന്നായി. എനിക്ക് അങ്ങോട്ടൊന്നും പറയാനില്ല. ഞാൻ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോന്ന് ടിപ്സ് പറയാനേക്കാൾ നല്ലത് ആമുഖമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം എനിക്ക് അറിയണമെന്നില്ല കേട്ടോ. നിങ്ങളും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പങ്കുവെച്ചിട്ട് പോവാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് വാക്സിനേഷൻ കിട്ടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജൂനിയേഴ്സിനെ. അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ടിപ്സ് കിട്ടുകയാണെങ്കിൽ എപ്പോഴും നന്നായിരിക്കും. ആ ടിപ്സിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിന്റെ സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനെ റെഫർ ചെയ്ത് പറഞ്ഞുതരും പിന്നീട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് കൈ കൊടുത്തി കൊണ്ടുവരെ ചോദിക്കുകയാണെങ്കിൽ അക്ഷയയിലേക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ പരിപാടി വളരെ ഗംഭീരമാക്കണം. ജോസ് ഐസക്കിന്റെ ഗസ്റ്റ് നമ്മൾ തീരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട്. ആ സാമ്പത്തിക പ്രശ്നം കുറച്ച് കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ വിദേശത്തുള്ള വിദേശികളും കൂടെ അറിയിക്കുകയാണെങ്കിൽ അത് കുറച്ച് പ്ലസ് പോയിന്റ് ആണത്. അപ്പോൾ അങ്ങനെ പ്ലസ് പോയിന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഇപ്പോൾ ജോസ് ഐസക്ക്. അദ്ദേഹം പല സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ക്ലാസ്സുകൾ കൊടുക്കണം. 37 ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പരമാവധി സാമ്പത്തികം കുറച്ചുകൊണ്ടാണ് സാറേ എല്ലാവർക്കും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കാരണം അവിടെ സാറിന്റെ വകയായിട്ട് ഹോളും ഒക്കെ നമുക്ക് സാറ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി സാമ്പത്തിക ബാധ്യത വരുന്ന ഡോക്ടർമാർക്ക് കുറച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഡാക്ടർ എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ. നമ്മള് തീരെ ഉച്ചക്കാരായിട്ട് നമ്മൾ മാറാറില്ലല്ലോ. ആ സമയമാകുമ്പോൾ നമ്മൾ എല്ലാം നല്ല സാമ്പത്തിക ശേഷിയുള്ളതാവും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനെ സംശയിക്കാനൊന്നും വേണ്ട. 10-30 പേർക്ക് എത്തിക്കാൻ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. അതായത് ജോസ് ഐസക്കിന്റെ കീഴിൽപ്പെടുകയാണെങ്കിൽ വളരെ സാമ്പത്തിക ചെലവ് കുറവായിരിക്കും എങ്ങനെയാണെങ്കിൽ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാറ് പിന്നെ റെസ്പിറേറ്ററി ചുമയും അതുപോലെ റെസ്പിറേറ്ററി കംപ്ലൈൻസിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ റീസെന്റ് ആയിട്ട് ഈ വിന്റർ കാലം രോഗങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു. ഇന്നിപ്പോഴും അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ എന്തും ചോദിക്കട്ടെ. ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾ നേരിടുന്നത് ഏത് അസുഖങ്ങളെ കുറിച്ചായാലും എന്തൊക്കെയാണെങ്കിലും ചോദിക്കാം. ചോദ്യങ്ങൾ പോരട്ടെ, ചോദ്യങ്ങൾ വരട്ടെ. എല്ലാവരും ആക്റ്റീവായി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. സാറേ, സാറ് ഈ ആസ്മ കേസൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോഴേ ഈ വാവിന്, അത് ആസ്മ മാത്രമല്ല അതുപോലുള്ള ഏത് രോഗം ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ വാവിന്റെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡിൽ നോക്കാറുണ്ട്. അതില് സാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വെളുത്തവാണെങ്കിൽ തരീക്ഷ, വെളുത്തവാണെങ്കിൽ കൽക്കരി കാർപ്പ്, കറുത്തവാണെങ്കിൽ തരീക്ഷയാണ് കൂടുതൽ വരുന്നത്. സാറേ, അത് ചില ആൾക്കാർ പറയുന്നത് എലോങ് ദ ഫേസ് ഓഫ് മൂൺ ഫേസ് അതുകൊണ്ട് അത് 6 കേട്ടോ. എന്തോ 6 അതായത് നമ്മുടെ 5ാമത്തെ വാവിനെ
കുറച്ച് വരും, 6-ാമത്തെ കൂടും, 7-ാമത്തെ കുറച്ചും കൂടെ കൂടും, 14-ആകുമ്പോൾ ശക്തിവത്തമാവും, 15-ആകുമ്പോൾ ഒന്ന് ഡിക്ലൈൻ ചെയ്യും. അങ്ങനെ 11ാമത്തെ കോഴ്സ് ഓഫ് മൂൺ ഫേസ് വന്നിട്ട് ലാസ്റ്റ് ഡിക്ലൈൻ ചെയ്തു. അത് 6-ാമത്തേക്കാവുന്നുള്ള ഒറ്റ മരുന്നേ ഉള്ളൂ എൻ്റെ അറിവിൽപ്പെട്ടിടവും. സാറേ, ചില ആൾക്കാർ പറയും ആ വാവിന് തൊട്ട് മുന്നായിട്ട് മരുന്ന് കൊടുക്കാൻ പറയും, ചിലർ പറയും വാവ് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറയും. അതിന് രണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ വാവിന്റെ സമയം വെളുപ്പാവിനാണ് കളിക്കാരിക്കാരെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അന്ന് അതിൽ എങ്ങനെയാണ് സാറേ റിസൾട്ട്? രണ്ടും സാറിന്റെ നല്ല റിസൾട്ടാണ്. ആ സമയത്ത് തന്നെ കൊടുക്കുന്നത് തന്നെയാണോ ആ, റിസൾട്ട്? അതെ. ആ, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരുടെയും അതിനകത്തുള്ള വാവിന്റെ ആണെങ്കിലും അതിന്റെ ഒറിജിൻ നോക്കുന്നതിൽ അത് സ്ലീപ്പ് ഇൻറ്റു അഗ്രവേഷൻ അത് വളരെ പ്രോമായിട്ട് കാണുകയാണെങ്കിൽ ലാക്കസ് കൊടുക്കാറുണ്ട് ഞാൻ. അതെ. ഹരീഷ് ഡോക്ടർ IFPH ടെക് ഞാനും ഉണ്ട് എന്നൊരു മെസ്സേജ് അത് നമ്മുടെ ഹിബർ ഡോക്ടർ ആയിരിക്കും. ആടാ മീറ്റിങ്ങിനുണ്ടെന്നാണോ? കോവളത്തുണ്ടേ. അത് ശരി, ഞാൻ വിചാരിച്ചു സംശയം ചോദിച്ച ഉത്തരം പറയാൻ ഞാനും ഉണ്ടെന്നാണോ? അനിൽകുമാർ ഡോക്ടർ പേരിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സംശയം കൂടെ ഉണ്ട് സാറ്. പൊട്ടൻസി ഏതാണ് സാറ്? സൈലിഷേനും കൽക്കരി കാർബിന്റെ ഹൈ പൊട്ടൻസി വണ്ണമാണ്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ സാധാരണ ആ സമയത്ത് മെഡിസിൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോഴിങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. നമ്മളുടെ അനുഭവം ആ കൊടുക്കാം. സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷെ റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നല്ലത് അങ്ങനെ ആ സമയത്ത് കഴിച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ വരത്തില്ല. ഉം. മിക്കവാറും അത് കൊടുത്താൽ അന്ന് കുറവുണ്ടാവും, പിറ്റേ നല്ല കൺട്രോളായിട്ട് പോകുള്ളൂ. ഓക്കെ സാർ. ഓക്കെ, ഇനി ആർക്കാണ് സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്. ഡോക്ടർ ഷീല ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷീലയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അയ്യോ, ഷീല ഡോക്ടർ. സാർ, ഗുഡ് ഈവനിങ് സാർ. സാറേ, എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ സാറിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പൊട്ടൻസി സെലക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇപ്പം തന്നെ ഈ റെസ്പിറേറ്ററി ആസ്മ അഗ്രിവേറ്റ് ചെയ്യുന്ന സമയത്ത് സൈലീഷ്യ 1M എന്ന് പറഞ്ഞല്ലോ സാറ്. അപ്പൊ അത് തന്നെ നമ്മൾ 1M കൊടുക്കുമ്പോൾ അത് ഡിവൈഡഡ് ഡോസിലായിരിക്കോ കൊടുക്കുന്നത്? അതോ 1/20, 1/30 ഒരു ഡ്രോപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നെ പോലെ കൺഫ്യൂസ് വേറെ ആരും ഇല്ല ഹോമിയോപ്പതിയില്. ഒരു ഡോസിന് ഒരു തുള്ളി മരുന്നിന് ഞാൻ 20 ഡോസാക്കും മിനിമം. അതുകൊണ്ട് അഗ്രവേഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ. അതുപോലെ സാറിന് പൊതുവേ ഉള്ള നമ്മൾ സാധാരണ ഒരു പൊട്ടൻസി സെലക്ഷനിൽ സാർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊന്ന് പൊതുവേ പറയുമോ? നമ്മളെല്ലാം പത്തോളജിക്കൽ കണ്ടീഷനൊക്കെ നോക്കും, എങ്കിൽ പോലും കോമൺ ആയിട്ട് നമുക്ക് ജൂനിയേഴ്സിനായാലും ഒരറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മോൺ ഫേസുമായിട്ട് നോക്കുമ്പോഴേ വളരെ സൂക്ഷിച്ച പേഷ്യൻ്റ് ആണെങ്കിൽ, വളരെ ഹെൽത്ത് കുറഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഒന്ന് അരഞ്ഞിട്ട് നോക്കുക വേറെ സിംറ്റം കിട്ടുന്നുണ്ടെങ്കിൽ. അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ഇപ്പൊക്കെക്കോ ആന്റിമോണി ടാറ്റാരിക്കോ ലാക്ടോസിസോ വരും. അപ്പൊ അത് ആദ്യം കൊടുത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് മഞ്ഞൾ കൊടുക്കാം. അതപ്പം 30 അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അക്യൂട്ടായിട്ട് വരുമ്പോൾ കൊടുത്തിട്ട് പിന്നെ ഹയർ പൊട്ടൻസി ആണെങ്കിൽ 200 വരണം. ലാക്ടോസ് കൊടുക്കാൻ 200 കൊടുക്കാവൂ. 30 കൊടുക്കാവൂ. 30 അഗ്രവേഷൻ ഉണ്ടാവും. ഓക്കെ. ഇല്ല, ആസ്മ മാത്രമല്ല പൊതുവേ ഉള്ള എങ്ങനെയായിരിക്കും? പൊതുവെ അങ്ങനെയാണ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അടുത്തത് ജോളി ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ജോളി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ജോളി ഡോക്ടറെ. ഓക്കെ, നമസ്കാരം ശൈലാജി. നമസ്കാരം സാറ്. അതായത് എന്താണ് ധനേഷ് ഡോക്ടർ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല, മീറ്റിംഗിന്റെ കാര്യം. ധനേഷ് ഡോക്ടർ പറഞ്ഞത് അല്ലേ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഒന്നുകൂടെ ഒന്ന് പറയാമോ ധനേഷ് ഡോക്ടറെ? ധനേഷ് ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ഇപ്പൊ ഇന്ന് 1980 ദിവസമാണല്ലോ. ഇനി 20 ദിവസമേ ഉള്ളൂ 2000 പൂർത്തിയാകാൻ. 19 ദിവസം 20. അപ്പൊ ആ 2000 എപ്പിസോഡ് പൂർത്തിയാക്കാതെ വെബിനാർ 2000 ദിവസം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോഴ അതിന്റെ ഒരു ആഘോഷം ഇങ്ങനെ
ചെറിയ തോതിലെങ്കിലും ആ 2000 പൂർത്തിയാകുന്ന ആ ദിവസം അതിന്റെ ഒരു ആഘോഷം നടത്തി വെക്കാം. വിശദമായി വലിയ ആഘോഷങ്ങളൊക്കെ ബാംഗ്ലൂർ വെച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് തീരുമാനമായിട്ടില്ല. അപ്പോ ഇപ്പോ ഈ നമ്മുടെ ജോസ് ഐസക് സാറിന് കുറച്ച് ഇന്റർനാഷണൽ പല കൺട്രീസിൽ നിന്നും ആൾക്കാർ വന്ന് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോണ ഒരു ഇതുണ്ട്. ക്ലാസ് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നടന്നു പോണുണ്ട്. അപ്പൊ ഒരു ബാച്ചിന്റെ ക്ലാസ് കഴിഞ്ഞ് അവരിപ്പോ ഈ ഉടനെ മെയ് 10 അല്ല ഫെബ്രുവരി 10 മറ്റോ പോവും. അപ്പൊ അതിന് മുമ്പ് അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു IFPHന്റെ ഒരു സെമിനാറിലോ മറ്റോ പങ്കെടുത്താൽ കൊള്ളാന്നുണ്ട്, പ്രസന്റേഷനൊക്കെ നടത്തിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അവര് പോണതിന് മുമ്പ് നമുക്ക് ഈ 2000 ദിവസം പൂർത്തിയാവുന്നതിന്റെ ഒരു സെലിബ്രേഷൻ ഈ ജോസ് ഐസക് സാറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കോവളത്ത്. അപ്പൊ അവിടെ വെച്ച് നടത്തിയാണെങ്കിൽ സാറിന്റെ സ്റ്റുഡൻസിന് അതിൽ പങ്കെടുക്കുകയും ചെയ്യാം. നമുക്ക് വലിയ റിസ്ക്കും വരില്ല, കാരണം അവിടെ ഹാളുണ്ട്, പ്രൊജക്ടർ ഉണ്ട്, പ്രസന്റേഷനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോ അങ്ങനെ അവിടെ വെച്ചൊരു അവര് 20-25 പേരെങ്ങാണ്ടുണ്ട് ഈ ഫോറിനേഴ്സ്. അപ്പൊ നമ്മൾ ഒരു 40-50 പേര് പങ്കെടുത്താൽ ആ ഒരു പ്രോഗ്രാം 2000 ദിവസത്തിന്റെ സെലിബ്രേഷനും ആവും. ഫോറിനേഴ്സ് 10-25 പേരുണ്ട്, അവരൊക്കെ പ്രസന്റേഷൻ നടത്താനും നമുക്കതൊരു 2000 സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു എന്താണ് ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തി അത് ചെയ്യാനും പറ്റും. നമുക്കൊരു ഇതാവും, എന്താണ് ഒരു നമ്മുടെ ഒരു എന്താണ് പ്രൊമോഷൻ. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് ഈ നമ്മളെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആരെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചൊവ്വാഴ്ചക്കകം ഒന്ന് ആരെങ്കിലും ധനേഷ് ഡോക്ടറെ ആരെങ്കിലും മനോജ് ഡോക്ടറെയോ അത് 8-ാം തീയതിയാണോ നടത്തണം? 8-ാം തീയതിയാണെന്ന് പറഞ്ഞ മാഡം? 8-ാം തീയതി ഫെബ്രുവരി 8. കാരണം 10 മറ്റേ അവര് പോകും. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ട്. ഓക്കെ, ഞങ്ങക്ക് കേറിയപ്പോ കേടില്ല. പിന്നെ സാറിന്റെ സൈലീഷ്യം കാൽക്കേരിയക്കാരും കേട്ട് ഇന്ന് വെളുത്തവാവാണ് പറഞ്ഞു വന്നപ്പോൾ. ഇന്ന് ഫുൾ മൂണാണ്. അപ്പൊ സാറ് അപ്പൊ കാൽക്കേരിയക്കാർ ആണല്ലേ കൊടുക്കണ? ഓക്കെ ഓക്കെ, താങ്ക്സ് സർ, താങ്ക്സ്. അപ്പൊ ആ കാൽക്കരിക്കാർക്ക് സൈലീഷ്യ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഡോക്ടർക്ക് പങ്കുവയ്ക്കാനുണ്ടോ? അല്ല, സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. അങ്ങനെ നോക്കി തന്നെയാണ് ആസ്മ കുറച്ചെടുത്തത് ഞാൻ. കാൽക്കേരിയ കാർബ് അത് ബിഫോർ ആണ് കൊടുത്തത്. ഒരു 3 days മുമ്പ് വണ്ണം കൊടുത്തു. അത് സാറ് പറഞ്ഞത് പോലെ തന്നെ വാവ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണം. സാർ ആ 6 day അങ്ങനെ കയറി വരുന്നത് ആ മെത്തേഡ് തന്നെയാണ് നമ്മള് സാർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഞാനൊക്കെ അതിൽ അതാണ് സാറ് അതുകൊണ്ട് അതേ മെത്തേഡിൽ തന്നെയാണ് പോകേണ്ടത് സാർ. ഇന്ന് വെളുത്ത വാവാണ്, ഇന്ന് ഫുൾമൂണാണ്. അത് അപ്പൊ തന്നെ കലണ്ടറിൽ നോക്കും. ആസ്മ അഗ്രവേറ്റ് ചെയ്താൽ അപ്പൊ തന്നെ നോക്കും. ആസ്മ മാത്രമല്ല സാർ, ഒത്തിരി കേസ് റൊമാറ്റിക് കംപ്ലൈൻസ് എല്ലാം കാണുന്നുണ്ട്. എല്ലാ ജോയിന്റ് പെയിൻസിനും മസ്കുലർ പെയിൻസിനും ഭാഗമാണ്. ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ജോയിന്റ് പെയിൻസിന്, ആർത്രൈറ്റിസ്, ആർത്രോസിസ് ആ കണ്ടീഷന്. സാറേ ഹീൽ പെയിന് ഹീലിലുണ്ടാകുന്ന പെയിന് അതിന് സ്പെസിഫിക് ആയിട്ട് വല്ലതും? പൈസാരുവോ? ഹീൽ പെയിന് എന്റെ അക്കൗണ്ടിൽ 1000 രൂപ ഇപ്പൊ ഇടുവോ? പറഞ്ഞുതരാം. പണ്ട് ഞാനൊരു സഹായം ചെയ്തു തന്നില്ലേ സാറ്? എന്നെ ഉരുട്ടിയിട്ടല്ലേ? ആസാദ് ഹോട്ടലിന്റെ മുമ്പ് എന്നെ ഉരുട്ടിയിട്ടു. അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട്. സഹായത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിനി ഉരുട്ടിയിട്ടതും പോലെ ഇനി സഹായം കൂടെ ചെയ്തു ചോദിക്കാൻ. ഹീറ്റ് പെയിൻസ് കൂടുതൽ വരുന്നത് മെഡോറൈനുമാണ് കേട്ടോ. സുജ ആൻഡ് മെഡോറൈനും 2 സൈക്കോട്ടിക് മെഡിസിൻ ആണ്. ഒന്ന് പ്ലാന്റ് ആണ്, ഒന്ന് നോസോഡാണ്. മെഡോറൈനത്തിനും ഉണ്ട്, തുജയ്ക്കും ഉണ്ട്. ഹയർ പൊട്ടൻസി വണ്ണമോ 10 കൊടുക്കാം. ഞാൻ 10 കൊടുക്കുന്നത്. ഏതെങ്കിലും അക്യൂട്ട് ഡ്രഗ് കൊടുക്കുന്നതിന്റെ കൂടെ ഇതുകൂടെ കൊടുക്കാം. അതെ, ഇത് മാത്രം തൂജയും മെഡോറും.
ഒരാള് ആരോ എൻ്റെ അടുത്ത് മുമ്പൊരിക്കൽ എനിക്ക് പറഞ്ഞു തന്ന ബ്രയോണിയ 10M. ഞാൻ അത് ഏതായാലും ഹരികുമാർ സാറ്, ഹരികുമാർ ഡോക്ടർ. 10M ഞാൻ 1M ഉണ്ടായിരുന്നുള്ളൂ. 1M കൊടുത്തപ്പോ കുറഞ്ഞു. ബ്രയോണിയ 1M. അത് മസ്കുലർ പെയിൻ കൊടുത്തതാ. മസ്കുലർ പെയിൻ പറഞ്ഞിട്ട് ബ്രയോണിക്ക് ഒരു ആക്ടർ ഉണ്ട്, അതുകൊണ്ട് കുറഞ്ഞാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്തത്, പിന്നെ ഈ മെഡോറിനും അതെല്ലാം അതുപോലെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ റിപ്പീറ്റിങ് ഉണ്ടാവില്ല. ഇന്റർ കറന്റ് ആയിട്ട് അതുകൂടെ കൊടുക്കാം. ഞാൻ വരുന്നുണ്ട് അവിടെ. ഉണ്ട് ഞാൻ ഉണ്ട് സാർ. ഞാൻ മാറി നിൽക്കുവേ. ഞാൻ അടുത്തൊന്നും നിൽക്കൂലേ, എനിക്കിവിടെ പേടിയാ. ശരി, എനിക്ക് പേടിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഹരിഹരൻ സാർ വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കുകയാണ്. ഹരിഹരൻ സാറിന് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹരിവരനെ കാണും. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഹരിഹരൻ സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഞാൻ എന്ത് പറയാനാ, എന്നാലും എന്റെ സജഷൻസ് ഞാൻ പറയാം. ഞാൻ ധാരാളം ആസ്മ കേസ് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അതിലൊക്കെ പക്ഷേ ഡോക്ടർ പറഞ്ഞ കണക്ക് ഇത് കറക്റ്റ് തന്നെയാണ്. സിലീഷ്യം കാൽക്കരിയക്കാരനും ഒക്കെയാണ് അതിന്റെ മെഡിസിൻ. ഞാനും ഹൈ പൊട്ടൻസി ആണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഹയസ്റ്റ് എന്ന് തന്നെ പറയാം. സിലീഷ്യ 10M കാൽക്കരിയ കാർബ് 10M ഒക്കെയാണ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ആസ്മ എന്ന് പറയുന്നത് അഗ്രിവേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തില് 3 കണ്ടീഷനിലാണ് ആസ്മ അഗ്രിവേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഫാക്ടർ ഹെറിഡിറ്ററി ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ ഹ്യൂമിഡിറ്റി ഫാക്ടറാണ്. മൂന്നാമത്തത് ഫുഡാണ്. ഫുഡ് ഭക്ഷണം ആണ്. ഈ 3 കണ്ടീഷനിലാണ് ആസ്മ പേഷ്യൻസ് അഗ്രിവേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ഇത് നമ്മൾ 3ഉം കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്ത് വേണം ആസ്മ ചികിത്സിക്കാൻ. അതെ വേണം. അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതല്ല. അവോയ്ഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് യാതൊരു കാരണവശാലും ആസ്മ പേഷ്യൻസിന് വൈകിട്ട് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊടുക്കരുത്. അതായത് കഞ്ഞി യാതൊരു കാരണവശാലും കൊടുക്കരുത്. അതുപോലെ തന്നെ പഴങ്ങൾ കൊടുക്കരുത്, ബേക്കറി സാധനങ്ങൾ കൊടുക്കരുത്, ബ്രെഡ് ഐറ്റംസും ഒന്നും കൊടുക്കരുത്. പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഓട്സ് കൊടുക്കാം. എൻ്റെ ഒരു അനുഭവമാണ്, ഓട്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ മില്ലറ്റ് കൊടുക്കാം. ഇത് ആ ഭക്ഷണം ഒരു 6 മണി ഇല്ലെങ്കിൽ 6:30 ആവുമ്പോൾ എന്തായാലും ഈ ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് കിട്ടണം ഈ ബെഡ് കിടക്കാൻ പോകുന്നതിന് മുമ്പ്. എന്നിട്ടാണ് ആസ്മയ്ക്ക് നമ്മൾ മരുന്ന് കൊടുക്കാൻ തന്നെ. യാതൊരു കാരണവശാലും ഈ ആസ്മ പേഷ്യൻസിന് മിൽക്ക് കൊടുക്കരുത്. എപ്പോഴെങ്കിലും മിൽക്ക് പ്രോഡക്റ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രോങ്കിയോൾസിൽ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും മ്യൂക്കസ് ഉണ്ടാകുകയും വിമിഷ്ടം ഉണ്ടാകുകയും ചെയ്യും. അതിന് സംശയമൊന്നുമില്ല. സാറേ ഈ നമ്മൾ പറയുമല്ലോ മിൽക്ക് പ്രോഡക്റ്റ് കൊണ്ട് പറ്റാത്ത കേസുകളിൽ അങ്ങനെ വരികയാണെങ്കിൽ നേട്രം കാർബ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറില്ലേ? അതെ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അന്ധമായിട്ട് പാല് കൊടുത്താൽ കുഴപ്പമാകുമെന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റല്ലേ സാറേ, ഹോമിയോപ്പതി കൺസെപ്റ്റ് വെച്ച്? അന്ധതയല്ലല്ലോ. ആസ്മ കേസുകളിൽ നമ്മള് പാല് കുടിച്ചിട്ട് കുഴപ്പമില്ലാത്ത രോഗികളുണ്ട്. അപ്പൊ ഞാൻ പല പേഷ്യൻസിലും ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ രാവിലെയോ ഉച്ചയ്ക്ക് മുമ്പായിട്ടോ പാല് കൊടുത്താൽ ഒരു കുഴപ്പവും വരില്ല. രാത്രി കൊടുക്കാതിരിക്കുക, ഒരു പ്രശ്നമില്ലാതെ ആസ്മ പേഷ്യൻസിന്റെ ആസ്മയും മാറും, അസുഖം കുറയും, അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതല്ലെങ്കിൽ
കുട്ടികൾക്ക് ഒത്തിരി ആരോഗ്യ കാൽസ്യം ഡെഫിഷ്യൻസിയും പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും ഒക്കെ വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ സാധാരണ ഫുഡുകളിൽ എവിടെയാണ് കാൽസ്യവും പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോട്ടീനും ഒക്കെ കിട്ടുന്നത്? എല്ലാവരും കഴിക്കുന്നതെല്ലാം അല്ലാത്ത തരം ഫുഡുകളാണ്. അപ്പൊ നമ്മള് ഹോമിയോപ്പതി കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഉടനെ ഒരു സാധനം അതങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നതിനും അപ്പുറം നമ്മൾ കഴിയുന്നതും അതെങ്ങനെ നമുക്ക് ഹോമിയോപ്പതി കൺസെപ്റ്റ് വെച്ച് എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും പൂർണ്ണമായിട്ടും രോഗം പാൽ ഒഴിവാക്കണമെന്ന് ഞാൻ ഒരു രോഗിയോടും പറയാറില്ല. രോഗം ഒരു ര- ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം പറയാണ്. അപ്പം ആ അനുഭവത്തിൽ വരുമ്പോൾ അത് കുറെ കൂടി പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് ര- കാടടച്ച് വെടിവെക്കുന്ന രീതി ഹോമിയോപ്പതിക്ക് തെറ്റല്ലേ എന്നൊരു ചോദ്യമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതായത് 3 കാരണങ്ങളാണ്. 1 ഹെറിഡിറ്ററി ഫാക്ടറാണ്, 2 ഹ്യൂമിഡിറ്റിയാണ്, 3 ഫുഡാന്ന് പറഞ്ഞു. ഈ ഫുഡ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുന്നതെല്ലാമാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഹ്യൂമിഡിറ്റി കൊണ്ട് ഉണ്ടാകുന്നതിനെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്, അത് കൊടുത്ത് കൺട്രോൾ ചെയ്യണം. ഹ്യൂമിഡിറ്റി നമുക്ക് ഒരിക്കലും തടയാൻ പറ്റത്തില്ല. പിന്നെ ഹെറിഡിറ്ററി ഫാക്ടർ ഉള്ളതിന് നമുക്ക് അത് കേസ് എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള മരുന്നുണ്ട്. മെഡോറിനം, തൂജ, ട്യൂബർകുലിനം ഇങ്ങനെയുള്ള മരുന്നുകളുണ്ട്. അതുകൊണ്ടാണ് അത് ഫുഡ് കൊണ്ട് ഐറ്റംസ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുന്നതിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അല്ലാതെ കാടടച്ച് വെടിവെക്കുകയല്ല. സാറേ ഞാനും പറഞ്ഞ അതാണ്. ഫുഡ് കൊടുത്ത് അഗ്രവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് പരിഹരിക്കാനുള്ള പല മെഡിസിൻസും നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഉദാഹരണമായിട്ട് അത് മീറ്റ് അത് കഴിച്ചിട്ട് അത് അഗ്രവേഷൻ അത് ഡോക്ടർ ഡയബറ്റിക് പേഷ്യന്റിന്റെ ഒക്കെ പറയും ഇഷ്ടം പോലെ മരുന്നും കഴിച്ചു, ഇഷ്ടം പോലെ ഗുളികയും കഴിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. അങ്ങനെയല്ല സാറേ, ഹോമിയോപ്പതിയുടെ ഒരു അല്ല, കൺസെപ്റ്റ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഷുഗർ കൂടുന്നെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഗുളിക ഇഷ്ടം പോലെ കഴിച്ചു. ഇതിനെ പനി വരുന്നു, അതുകൊണ്ടല്ല സാറേ പനി ഞാൻ വരുന്നെങ്കിൽ പനി വരുമ്പോ നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ചു എന്ന് വിചാരിച്ച് ഭക്ഷണം കുറയ്ക്കണ്ട. അല്ല ആ ഒരു അലോപ്പതി കൺസെപ്റ്റ് ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ. അല്ല സാറേ അലോപ്പതി ഞാൻ ഡോക്ടർമാർ പറഞ്ഞത് പറയുന്നത് ആ ഒരു അങ്ങനെയാണ്. കൺസെപ്റ്റ് അല്ല, അത് ഇതില് സേട്ട് ധനേഷ് സാറിന് എന്തോ പറയാനുണ്ട്. സേട്ട് സാറ് ധനേഷ് പറയൂ പറയുന്ന സാർ. പറ്റി അത് സാറെ തെറ്റിദ്ധരിച്ചാണ്. ധനേഷ് ആ രൂപത്തിൽ പറഞ്ഞല്ല. ചില കണ്ടീഷനിൽ വരുമ്പോഴേ അത് നമ്മൾ മാനിക്കേണ്ടതായിട്ട് വരും. പാല് കഴിച്ചാൽ ശ്വാസം മുട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് കഴിയുന്ന നേരത്തെ 2-3 മണിക്കൂർ മുമ്പ് നിർത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉച്ചയ്ക്ക് കിടക്കാനത്ത് പാല് കുടിക്കുന്ന ചില പിള്ളേരുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ മുമ്പ് ധനേഷ് സാധാരണക്കാരനും സാറ് സാധാരണ സേട്ട് സാറ് എനിക്ക് ആരോഗ്യമുള്ള ആൾക്കും കിടക്കാനത്ത് പാല് കുടിക്കുന്ന സ്വഭാവം നല്ലതല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സാറേ മിക്കവാറും അതല്ല, അതിന് എനിക്ക് കടിയൊക്കെ തോന്നുന്നു ഉണ്ടാവും. ധനേഷ് ഡോക്ടർ പറയുന്നത് പാല് കുടിച്ചാൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അതിന് ആ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ടല്ലോ, അത് അതുകൊണ്ട് അത് കൊടുത്താൽ മതിയാവും. കൊടുത്ത് കംപ്ലീറ്റ് ആ അത് പ്രശ്നം ശരിയാണ്. മാറ്റിക്കൂടാന്നാണ്. അത് പതുക്കെ ആവണമെന്ന് പറയാ. ആ അത് നമ്മൾ ആദ്യമേ പാലുകൂടി നീ കുടിച്ചോ, ഞാൻ മരുന്ന് തരാൻ വേണ്ട കാര്യമില്ല. അതെ, അത് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യണം. മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്താൽ പിന്നീട് പ്രശ്നം ഉണ്ടാവില്ല. ക്രമേണ ആ പ്രശ്നം മരുന്നുകൊണ്ട് തന്നെ മാറ്റുകയും ചെയ്യാം. അല്ല, മാറ്റിയെടുക്കാം. അങ്ങനെയാണല്ലോ ചികിത്സ എന്ന് പറയുന്നത്. നമ്മള് അതെ, കൊടുത്തിട്ട് രോഗം കംപ്ലീറ്റ് ഭേദമായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ നമുക്കിത് കൊടുത്തു നോക്കിയാൽ മതി, അപ്പൊ അറിയാൻ പറ്റും. അതിന് അലർജി ഉണ്ടോ ഇല്ലെങ്കിൽ അതുകൊണ്ടാകുമ്പം അതിന് പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റും. രോഗി എന്ന് എന്നിട്ട് വേണമെങ്കിൽ പറയുന്നത് കുറേശ്ശെ കൊടുക്കാം. അത് കുറച്ചാളെ രോഗികളെന്ന് പറയും. സാറേ ഞാൻ പണ്ട് പാല് കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവുന്നത്, ഇപ്പൊ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല. എന്നൊന്ന് പാല് പറയാറുണ്ട്. കുടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇല്ല, അത് പറയാം. ഞാൻ എന്നെ വെച്ചത് മിക്കവാറും പറയാറുണ്ട്. ട്രീറ്റ്മെന്റ് നടത്തുമ്പോ നമ്മൾ ഇത് കൺസിഡർ ചെയ്യണം. അതെ സാറേ, കൺസിഡർ ചെയ്യുകയും നമ്മുടെ ഹോമിയോപ്പതിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയും വേണം. അവിടെ വേണം. അത് അതാണ് ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. അതെ അതാണ് ഞാൻ അതല്ലേ പറഞ്ഞേ. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാ. അല്ല കൺസെപ്റ്റിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാം. നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല, നമ്മൾ ആവശ്യമുള്ള സമയത്ത് അത് പുറക്കെ അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റണം. അല്ലാതെ നമ്മൾ ലൈഫ് ടൈമായിട്ട് അതായത് ഇന്നിപ്പോ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാല് ഒരു അലർജി മിക്കവാറും പേഷ്യൻസ് ഡോക്ടറെ എനിക്ക് അലർജിയാണ്, ഞാൻ പൾമോളജിസ്റ്റിനെ കണ്ട് അവര് കുറെ ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്തിന്റെയൊക്കെ അലർജിയാണെന്ന് കണ്ടിട്ട് പാലിന്റെ അലർജിയാണ്, ഗോതമ്പിന്റെ അലർജിയാണ്,
പിന്നെ വഴിയെ പോകുന്ന ഡസ്റ്റിന്റെ അലർജിയാണ്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി നിങ്ങൾ ജീവിക്കണം. ഇതൊന്നും എടുക്കാൻ അങ്ങനെ പാടില്ല പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് ഒരു പറയുന്നത് കാര്യമില്ല. ഈ അവിടെ വെച്ച് പറയുമ്പോൾ ധനേഷ് ഈ ഡോക്ടർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് വരുന്നവരെല്ലാം അലർജിക്കാരെല്ലാം ഒരു ലിസ്റ്റുമായിട്ടാണ് വരുന്നത്. അവർ അലർജി ടെസ്റ്റ് ചെയ്ത കുറെ സാധനം, അത് ഒന്നുകിൽ നമ്മളെ പരിസരത്തുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഉള്ളതായിരിക്കും. ഒരു 10-20 ഐറ്റം കാണും. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും? അതെ. പറ്റില്ല. ഡോക്ടറെ കേസ് എടുക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഇതെല്ലാം വരും. അറിയാൻ പറ്റും ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇതുണ്ടായെന്ന് കേസ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു അലർജി ടെസ്റ്റിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇല്ല. അതാണ് അല്ല, ഈ പ്രകൃതിയിൽ നമ്മളെ ചുറ്റുപാടുള്ള ഏതെങ്കിലുമൊക്കെ അവർക്ക് അലർജി ആയിരിക്കും, ഏതെങ്കിലുമൊക്കെ അലർജി ആയിരിക്കും. ഈ പിന്നെ ഒരു സംഭവം പൊടി അലർജി ആണെന്ന് തന്നെ തിരിച്ചറിഞ്ഞോ? ഈ പൊടിയില്ലാത്ത ലോകത്ത് ഏതെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാവോ? പറ്റത്തില്ല. പക്ഷെ അവരെ ചികിത്സിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി നമ്മൾ അത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴേ, അതായത് എല്ലാവരും എല്ലാം പറഞ്ഞ ശരിയാണ്. ഞാൻ പറയുന്നത് ശരി, ശൈല പറയും ശരി, ആരാണ് എന്താ പറഞ്ഞത് ശരിയാ. എല്ലാവരും ശരിയുണ്ട്. കാരണം രോഗം നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്ത് വെക്കുന്നത് നല്ല കുറച്ച് നാളത്തേക്ക്. അതാണ് ഞാൻ പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ അതല്ല. ഇപ്പൊ ഈ അലർജി ടെസ്റ്റ് എല്ലാവർക്കും നടത്തി ഇത് ഈ പേപ്പർ മേടിച്ച് കൈ വെക്കാന്നല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു കാര്യമില്ല. പാല് തന്നെ പല ടൈപ്പ് പാലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ. ഈ പശുമ്പാല് പലപ്പോഴും മറ്റേ ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ ഉള്ളത്, ബൊവൈൻ ട്യൂബർക്കുലോസിസ് ഒക്കെ ഇൻഫെക്ഷൻ ഉള്ള പാല് ഉപയോഗിച്ച് തന്നാൽ പ്രശ്നമാണ്. ഈ സാധാരണ സൊസൈറ്റി പാൽ ഉപയോഗിക്കാൻ പ്രശ്നമാണ്. എന്നാൽ പൊടി ഉപയോഗിച്ച് തന്നാൽ ചിലപ്പോൾ ഈ പ്രശ്നമില്ല. പല പാലുകളുടെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ചില നല്ല ക്വാളിറ്റി പാലുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരിക്കൽ ഒരു കുട്ടിക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞ്, കുട്ടിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ പാല് കണിശമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു കുഴപ്പമില്ല, ശ്വാസം മുട്ട്. പെട്ടെന്ന് ഒരു ദിവസം 7-ാം മാസത്തിൽ അവർ ഒരു ദിവസം വന്നിട്ട് അയ്യോ ഭയങ്കര ശ്വാസം മുട്ട്, എന്താന്ന് പറഞ്ഞാൽ തലേ ദിവസം പാല് കുടിച്ചത്. അപ്പോഴവര് പറഞ്ഞൊരു അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, പൊതുവെ ആൾക്കാർ പറയുന്നത് ഈ പാല് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പശുവും പാല് കൊടുക്കണ്ട, നാൻ കൊടുക്കാൻ. നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പറയും നിങ്ങൾ അത് നിർത്തിയിട്ട് പശുമ്പാല് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാൻ പറയും. ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഡോക്ടർ അഞ്ജിത KJ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടറെ അഞ്ജിത ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ജൂനിയർ ഡോക്ടേഴ്സ് ആണ്. അവരുടെ സംശയങ്ങൾക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഒന്നുകൂടെ. ഹലോ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. സാർ, എനിക്കൊരു കേസ് ഉള്ളതാണേ സാർ. അവന് 4 വയസ്സാണ് ആ കുട്ടിക്ക്. അവൻ എൻ്റെ അടുക്ക വന്നത് ഇതുപോലെ മുട്ട കഴിക്കുമ്പോൾ ബട്ടക്സിൽ അല്ലെങ്കിൽ ട്രങ്കിലൊക്കെ ചെറിയ ചെറിയ പാപ്പുലർ ഇറപ്ഷൻസ് വരുക. അപ്പൊ അവന് ഞാൻ കൽക്കീരിയ കാർബാണ് കൊടുത്തത്. 200 ആണ് കൊടുത്തത്. അപ്പോ കുറച്ച് നാളത്തേക്കില്ല, പക്ഷെ എന്നാലും ഈ മയണൈസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടക്ക് കഴിക്കുമ്പോഴത്തേക്കും വീണ്ടും വരുന്നുണ്ട്. ഇടക്കിടക്ക് റെക്കറന്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്ന ഒരു കുട്ടി കൂടിയാണ്. വേറെ എന്തൊക്കെ മെഡിസിൻസ് നമുക്ക് ഇതുപോലെ അലർജിക്ക് കൊടുക്കാം? 200 അത് ഹയർ പൊട്ടൻസി കൊടുക്കുക. 1 കൊടുത്താല് ആ പ്രവണത കുറഞ്ഞു കിട്ടും. പക്ഷെ അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന അസുഖത്തിന് ആ സമയത്തുള്ള മൊഡാലിറ്റി വെച്ചിട്ട് മരുന്ന് കൊടുക്കണം. കൊടുത്തിട്ടേ കോൺസെൻട്രേഷൻ മരുന്ന് കൊടുക്കാവൂ. അക്യൂട്ടായിട്ട് അപ്പോഴത്തെ സിംറ്റം അനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്തിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ഹൈ പൊട്ടൻസി കൊടുക്കണമെന്നാണ് സാർ പറഞ്ഞത്, അല്ലേ? അതെ. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പൾസാറ്റില്ല എന്താണ് ഇതിന് ഈ മുട്ട ഉണ്ട്. അല്ല, അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫാറ്റ് എന്താണെങ്കിലും പൾസാറ്റിനെ കൺട്രോൾ ചെയ്യും. അതാണ് പൾസാറ്റിലെ ഇറച്ചി കഴിച്ചാലും ഉണ്ടാവും, മുട്ട കഴിച്ചാലും ഉണ്ടാവും. മുട്ടയ്ക്ക് എടുത്ത് പറയുന്നത് കാൽക്കരിയ കാർബാണ്. അതെ. പക്ഷേ പാലും മുട്ടയും. എന്റെ അഭിപ്രായം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം. നോക്കിക്കഴിയുമ്പം പൾസാറ്റിലയുടെ ടെമ്പറമെന്റ് ആണെങ്കിൽ യു ക്യാൻ ഗീവ് പൾസാറ്റില. അതേസമയം കാൽക്കേരിയ കാർബാണ്, ഹൈലി സ്വെറ്റിംഗ് ആണ്, ഒബിസിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ ക്രേവിംഗ് ഫോർ എഗ് ഉണ്ട്, അവേർഷൻ ടു മിൽക്ക് ഉണ്ട്,
then you can prescribe calcarea. അതെ അതെ You have to അതന്നെ അതന്നെ discriminate whether pulsatilla ഫിസിക്കൽ or calcarea. ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മെന്റൽ സിംറ്റംസ്. ആ അതെ അതെ അത് നോക്കണം. അത് നോക്കിയിട്ട് വേണം അവിടെ പ്രിസ്ക്രൈബ് ചെയ്യാനായി. അതെ ഓക്കെ. അതേസമയം അപ്പോ അതേ സെയിം അതാണ് ടൈം ശരിയായ മെത്തേഡും. അതാ പിന്നെ സെയിം ടൈം ഇപ്പൊ ലീൻ തിന്നാണ്, ഹൈലി സ്വെറ്റിംഗ് ആണ്, പക്ഷെ ഹെഡ് ആണ് കൂടുതൽ സ്വെറ്റ് ചെയ്യുന്നത്, ദേഹം മറ്റൊന്നും സെറ്റ് ചെയ്യുന്നില്ല, ഫീബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ മേ കം സിലീഷ്യ. അപ്പൊ അവിടെ സിലീഷ്യ ഹൈപ്പോട്ടൻസി കൊടുക്കാം. അതെ അപ്പൊ അങ്ങനെ അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേണം പ്രിസ്ക്രൈബ് ചെയ്യാൻ. അത് അസുഖമുള്ളപ്പോഴും അസുഖം ഇല്ലാത്തപ്പം വേണം ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കാൻ. ദാറ്റ് ഈസ് ബെസ്റ്റ്. അതെ 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 ശരിയാ. സാറ് പിന്നെ അത് തിങ്സ് ദാറ്റ് ഡിസഗ്രീസ് വെച്ച് എടുക്കാൻ പറ്റൂലേ സാറേ? തിങ്സ് ദാറ്റ് ഡിസഗ്രീസ് വെച്ചിട്ട് മീറ്റ് മിൽക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ധനേഷ് സാറും പറഞ്ഞത് തിങ്സ് ദാറ്റ് ഡിസഗ്രീസ് നോക്കിയിട്ട് അത് കൊടുത്ത് അഗ്രവേഷൻ മാറ്റാൻ പറ്റും എന്നല്ലേ സാറേ പറഞ്ഞത്? ഡിപ്പെൻസ്. അതൊക്കെ ഓരോരുത്തരുടെ ട്രീറ്റ്മെന്റിന്റെ ഇതനുസരിച്ചിരിക്കും ഡോക്ടറെ. ചില ആൾക്കാർക്ക് ചില മെത്തേഡ്സ് ഉണ്ടല്ലോ, അതനുസരിച്ചാണ്. ഓക്കെ. ഇനി ഇതുപോലെ എല്ലാരും സജീവമായി ചോദിക്കുക. പറയണേ 2 ഗുലാം ചുറ്റി വരാം ഞാൻ. തീരാറാകുമ്പോ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി തന്നെ. രണ്ട് ബോംബ് വരാം, 2 ബോംബ്. ഓക്കെ. എന്താണോ എന്തോ, ഏത് ബോംബാണോ സമയത്ത് പറയാം. അതെ. ഡോക്ടർ അഞ്ജിത വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തതാണോ? ഹലോ പറഞ്ഞോളൂ സാർ. ഒരു കേസും കൂടി ഉണ്ട് സാർ, ഞാൻ ചോദിച്ചോട്ടെ? സന്തോഷം. സാർ, ഇതൊരു 38 വയസ്സുള്ള ഒരു മെയിൽ പേഷ്യന്റ് ആണ്. അദ്ദേഹം എന്റെ അടുക്ക് വരുന്നത് എന്നുവെച്ചാൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ആളാ. കൊല്ലത്തുനിന്ന് കൊച്ചിയിലേക്ക് സ്കൂട്ടറിൽ ട്രാവൽ ചെയ്തതാ. ആ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മാസമായിട്ട് ആൾക്ക് ആ മിഡിൽ ഫിംഗറിന്റെ താഴെയായിട്ട് ഒരു പോയിന്റിൽ അത് സ്ട്രെസ്, അവിടെ പ്രഷർ കൊടുക്കുമ്പോൾ മാത്രം വേദനയുണ്ട്. അതുപോലെ തന്നെ ആ PIP ജോയിന്റ്, മിഡിൽ ഫിംഗറിന്റെ PIP ജോയിന്റിൽ ഫുൾ എക്സ്റ്റൻഷനിലും ഫുൾ ഫ്ലെക്ഷനിലുമാണ് പെയിൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പേഷ്യന്റിന് റൂട്ട 30 കൊടുത്തു. പക്ഷെ അതൊരു 5 ഡോസാ കൊടുത്തത്. 5 ഡോസ് പറഞ്ഞാൽ പിൽസിലാ കൊടുത്ത. പിൽസില് 4 ഗുളിക വീതം 2 നേരം കഴിക്കാൻ പറഞ്ഞു. പക്ഷെ 2ാമത്തെ ദിവസം കഴിച്ചപ്പോ തന്നെ ആൾക്ക് ആ വേദന കൂടി. നേരത്തെ ഫുൾ ഫ്ലെക്ഷനിലും ഫുൾ എക്സ്റ്റൻഷനിലും മാത്രമായിരുന്ന വേദന ഇപ്പൊ ചെറുതായിട്ട് അനങ്ങുമ്പോ തന്നെ പെയിൻ ഉണ്ട്. പിന്നെ കാലി ബൈക്ക് ആ പോയിന്റിലും വേദന പറയുന്ന കാരണം കാലി ബൈക്ക് 31 കൊടുത്തു നോക്കി. പക്ഷെ അതിലും നോ ചേഞ്ച്, ഒരു ചേഞ്ചും ഇല്ല. ആള് ഭയങ്കര ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഭയങ്കര വറീഡ് ആയിട്ടുള്ള ഒരാളാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. യൂറിക് ആസിഡിന്റെ കംപ്ലൈന്റ് അതും കൂടി കാണിക്കാൻ വേണ്ടി എന്റെ അടുക്കൽ വന്നു. പക്ഷെ യൂറിക് ആസിഡ് പിന്നെ നോക്കിയപ്പോഴത്തേക്കും നോർമൽ ആണ് അതിന്റെ ലെവല്. സൈനസൈറ്റിസ് എപ്പോഴും വരുന്ന ഒരാളാണ്. പിന്നെ ഒട്രിവിൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഒട്രിവിൻ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ നേസൽ ഇതുണ്ടല്ലോ സാർ, അത് ആളെപ്പോഴും അസുഖം ഇല്ലെങ്കിൽ പോലും മേശയുടെ കീഴിൽ വെക്കുന്ന ഒരാളാണ്. ഭയങ്കര കൺസേൺഡ് ആണ് അയാള്. ഒരു തരത്തിലും എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇതിലാണ്. വല്ലാണ്ട് കൺസെന്റ് ആണെങ്കിലേ നാട്രംബ്യൂറേറ്റ് എണ്ണ കൊടുക്കും ഡോസ്. ഞാന് സേഠ് സാറിന്റെ കഴിഞ്ഞല്ലോ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഇയാള് അവിടുന്ന് ഇത്രയും ദൂരം സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അയാള് ഈ ഹാൻഡിൽ പിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇയാളുടെ ആ ടെൻഡൻ ഷോർട്ടൺ ചെയ്യും. ഡിപ്യൂട്ടൻസ് കോൺട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ ഷോർട്ടൺ ചെയ്യുകയും അവിടെ പെയിൻ വരികയും ചെയ്യും. അപ്പൊ അതിന് ബെസ്റ്റ് ഒന്നില്ലെങ്കിൽ ആർണിക്ക അല്ലെങ്കിൽ കോസ്റ്റിക്കോ, ഈ 2 മരുന്നുകളിൽ ഏതെങ്കിലും പ്രയോജനപ്പെടും. അതും ഹയസ്റ്റ് പൊട്ടൻസി കൊടുത്താൽ മതി. ആർണിക്കായോ അല്ലെങ്കിൽ കോസ്റ്റിക്കമോ, ഐദർ ആർണിക്ക ഓർ കോസ്റ്റിക്കോ. കണ്ടിന്യൂസ് ആയിട്ട് കോസ്റ്റിക്കാണ്. ആർത്രോസിസ് ആണ് കണ്ടീഷൻ. അതെ, അത് തന്നെ.
ഓക്കെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. അതിന്റെ കൂട്ടത്തില് ഫിസിയോതെറപ്പി ചെയ്യാൻ പറയണം അയാളുടെ. ഫിസിയോതെറപ്പി രാവിലെ കൈ ഒരു 50 പ്രാവശ്യമെങ്കിലും 50 പ്രാവശ്യമെങ്കിലും ചുരുട്ടുകയും നൂർക്കുകയും ചെയ്യാൻ പറയാം. ഒരു ബോൾ വാങ്ങിച്ചാൽ മതി, ചെറിയ ബോൾ വാങ്ങിച്ചിട്ട് കൈ ഇങ്ങനെ ആക്കിയാൽ മതി. അത് ദിവസവും ചെയ്യാൻ പറയണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ പെയിൻ മാറും. ഓക്കെ. അപ്പൊ ഡോക്ടർ അഞ്ജിതയ്ക്ക് വേണ്ടത് കിട്ടി. ഇനി ഡോക്ടർ ആലീസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ളത് പ്ലംബം മെറ്റ് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പ്ലംബം മെറ്റ് ഡെപ്യൂട്രിന്റിന് പറ്റിയതാണ്. പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കാൻ ഒരു ഇതുണ്ട്. അതായത് എല്ലാവർക്കും കോവിഡ് കഴിഞ്ഞപ്പോൾ മണം കിട്ടാതായി, പക്ഷെ എനിക്ക് ഭയങ്കര ഓവർ സെൻസിറ്റീവ് ആയിരിക്കുക. കോവിഡ് കഴിഞ്ഞതിന് ശേഷം മുല്ലപ്പൂ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം മുല്ലപ്പൂവിന്റെ അടുത്ത് പോലും പോകാൻ ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര നെഞ്ചിനകത്തൊരു ഭയങ്കര വിഷമമാണ്. മുല്ലപ്പൂ കൊണ്ട് ആ സ്മെല്ല് കൊണ്ട് അക്വേഷൻ ആവുന്നുണ്ട് അല്ലേ? മൂഡ് ചേഞ്ച് ആവുന്നു. മൂഡ് ചേഞ്ച് അല്ല, നെഞ്ചിനകത്ത് തിങ്ങിയിരിക്കുന്ന ഒരു വിഷമം. അപ്പൊ അത് കോസറ്റീവ് ഫാക്ടറാണ്. കാക്ടസ് ഗാൻഡ്രിഫ്ലവർ ഇല്ലേ, അത് ഹൈപ്പോളിസിന് കഴിച്ചാലും മാറ്റം ഉണ്ടാവും. അതിൽ 200 ആദ്യം കൊടുക്കുക, once in 3 days കൊടുത്തിട്ട് സെക്കൻഡ് മന്ത് അത് കൽക്കരെ തൗസൻഡ് കൊടുക്കുക. കാക്ടസ് ശരിയാവും. താങ്ക് യു സർ. ഓക്കെ ഡോക്ടർ ആലീസ്. അടുത്തത് ഇനിയും ചോദ്യങ്ങൾ പോരട്ടെ. ഇസ്മായിൽ സാറും ഹരിഹരൻ സാറും ഒക്കെ ആൻസർ തരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയും ചോദിക്കാം. എല്ലാവരും ആക്റ്റീവായിട്ട് ഇന്നത്തെ ഈ ചോദ്യോത്തരവേളയിൽ അല്ലെങ്കിൽ ഇസ്മായിൽ സാറിനൊപ്പം എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ആക്റ്റീവായി പങ്കെടുക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ ചോദിച്ചതേ ഈ കെന്റ് റെപ്പർട്ടറിയില് ഈ സ്മെല്ലിന്റെ സെൻസിറ്റിവിറ്റിക്ക് ഒരു റൂബ്രിക് ഉണ്ട്. എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ മരുന്ന് ഓർക്കുന്നില്ല. ആ റൂബ്രിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്മെൽ സെൻസിറ്റിവിറ്റി ഓഫ് ദി സ്മെൽ അതിനകത്ത് ചിലപ്പോൾ ഇത് കിട്ടിയേക്കും. അതുകൊണ്ട് അത് നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഡോക്ടർക്ക് പറയാനുള്ള സ്മെല്ല് ഡിമിനിഷ്ഡ് എന്നല്ലേ അതില് നമ്മള് കെന്റ് റെപ്പർട്ടറിയിൽ കിടക്കുക. സ്മെല്ല് ഡിമിനിഷ്ഡ് എന്നേ ഉള്ളൂ. അല്ല, ഇൻക്രീസ്ഡ് ഉണ്ടോ എന്ന് നോക്കണം. അല്ല, ഇൻക്രീസ്ഡ് ഉണ്ട്. അക്യൂട്ട്നെസ് ഉണ്ട്. അപ്പൊ ആ റൂബ്രിക്ക് നോക്കി കൊടുക്കണം. എങ്കിലും എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, 8 വർഷമായിട്ട് ഒരു സ്മെല്ലും അറിയാൻ വയ്യെന്നാ പറയുന്നത്. അതുകൊണ്ട് ചീത്തയായ സാധനങ്ങൾ വരെ ആ കൊച്ചു കഴിക്കും. ഒട്ടും സ്മെല്ലില്ല. 8 വർഷം കണ്ട ട്യൂബർക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, വണ്ണമുണ്ട്. കറുത്ത് തടിച്ച കൊച്ചാണ്. എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടായത് പറയട്ടെ. പൾസാറ്റില 10 ഒരു ഡോസ് കൊടുത്തു. നോക്കാം പറയാം. ഞാനേ അതാണ് ഞാൻ ഈ സ്മെൽ ഡിമിനിഷ്ഡ് എന്നാണ് ഞാൻ നോക്കിയപ്പോ. ലോസ് ഓഫ് സ്മെൽ എന്ന് കണ്ടില്ല, സ്മെൽ ഡിമിനിഷ്ഡ് എന്ന് കണ്ടു. പക്ഷെ അതില് പൾസാറ്റില ഉണ്ടോന്ന് എനിക്ക് പൾസാറ്റില ബ്യൂട്ടിഫുൾ ലേഡി എന്നൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയില്ല. പൾസാറ്റില ബ്യൂട്ടിഫുൾ വരുന്നില്ല ഡോക്ടറെ. അതായത് നമ്മുടെ പൾസാറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പ്ലം കേക്ക് പോലെ ഇരിക്കും ആള്. അതായത് ഇങ്ങനെ പ്ലം, അതായത് അവരുടെ എല്ലായിടത്തും മാംസമായിരിക്കും. അതുപോലെ തന്നെ പിന്നെ കളറൊക്കെ ഫെയർ ആയിരിക്കും തോന്നുന്നു. ഞാൻ എന്റെ അനുഭവത്തില് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എടുത്തതിനകത്ത് ഈ കളറിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. എന്താണെന്നറിയാമോ? ഇപ്പം വെസ്റ്റേണേഴ്സിന്റെ അവിടെ ആണെങ്കിൽ ആ ഒരു വൈറ്റ് ആണ്. നമ്മള് ഈ ഭൂമധ്യരേഖയിലുള്ളവരെല്ലാം പിന്നെ ഡാർക്കൻഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ കളറിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം പൾസാറ്റില് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. സെൻസിറ്റിവിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ചേഞ്ചബിലിറ്റി
സെൻസിറ്റിവിറ്റി, ഈസിലി വീപ്പിംഗ്, തെർമൽ റിയാക്ഷൻ, ഹോട്ട്, പിന്നെ സ്ലഗിഷ്, ഇങ്ങനെയുള്ള കുറെ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പൾസാറ്റില. ഈസിലി വീപ്പിംഗ് ഒക്കെയാണ് പൾസാറ്റിലേക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എടുക്കാൻ പറ്റും. പൾസാറ്റില ഈ ഡോക്ടർ പറഞ്ഞ ഈ രുചിയില്ലായ്മയ്ക്ക് പൾസാറ്റില ഏറ്റവും എസ്പെഷ്യലി ആഫ്റ്റർ രുചിയല്ല സാറേ, അക്യൂട്ട് രുചിയല്ല, സ്മെല്ലാണേ, മണം. അത് ആഫ്റ്റർ ഒരു അക്യൂട്ട് ഡിസീസ് വന്നതിന് ശേഷമാണെങ്കിൽ കുറെ കൂടെ പ്രയോജനപ്പെടും. എന്ത് വന്നതിന് ശേഷമാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അല്ല, അന്ന് 8 വർഷമായിട്ട് ഈ നേസൽ സെപ്റ്റത്തിന് വളവുണ്ടായിരുന്നെന്ന് ഡോക്ടർമാര് പറഞ്ഞ് ഈ സ്മെല്ല് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് സ്മെല്ലൊന്നും വന്നില്ല. അപ്പൊ അവരത് എടുത്ത് കളഞ്ഞു കാണും. ഓക്കെ, നമ്മുടെ എടുത്ത് കളയുമല്ലോ. അതിനെ ഡിവിഷൻ സെപ്റ്റം എന്ന് പറയുമ്പോൾ നമ്മള് കൂടുതൽ വരുന്നത് കൽക്കരി സൈലീഷയാണ് കേട്ടോ. സൈലീഷ വരെയും ചെയ്യും. നമ്മളൊരു എക്സസൈസ് പറഞ്ഞു കൊടുക്കണം. ആ വളമുള്ള ഭാഗത്ത് പൊത്തി പിടിക്കാതെ കർവ് ചെയ്യിക്കുന്ന ഭാഗത്ത് പൊത്തി പിടിക്കാം. എന്നിട്ട് വളമുള്ള ഭാഗത്തേക്ക് കൂടെ ശ്വാസം എടുക്കുക. ആ ഭാഗത്തുനിന്ന് ശ്വാസം വിടുക. അങ്ങനെ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചാൾ കഴിഞ്ഞിട്ട് മാറി മാറി ചെയ്യുക. ആ വളവ് നിന്ന് കിട്ടും. ഓക്കെ, പറഞ്ഞു കൊടുക്കാം. മാക്മൂർ, ഒരു ഡോക്ടർ ഷാജി മാക്മൂർ നിർദ്ദേശിച്ചിട്ടുണ്ട്, നോക്കാം ഡോക്ടർ. നമ്മുടെ എബ്രഹാം വൈദ്യർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. വൈദ്യർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, കേൾക്കാം. സെൻസിറ്റീവ് സ്മെല്ല് റെപ്പർട്ടറി നോക്കിയപ്പോഴത്തേക്ക് ഗണഫൈലമാണ് പറയുന്നത്. ഗണഫൈലമാണ് മെഡിസിൻ പറയുന്നത്. സെൻസിറ്റീവോ? ഹൈപ്പർ സെൻസിറ്റീവ്. അത് മറ്റേ ആലീസ് ഡോക്ടർ ചോദിച്ചത് ഹൈപ്പർ സെൻസിറ്റീവ്. ഫ്ലവേഴ്സിന് സ്പെസിഫിക് പറയുന്നുണ്ട്. ഫ്ലവേഴ്സിന് സ്പെസിഫിക് പറയുന്നുണ്ട്. അല്ലാതെ ഒരുപാട് പറയുന്നുണ്ട്. ഹൈപ്പർ സെൻസിറ്റീവ് സ്മെല്ല് ഒരുപാട് മെഡിസിൻ പറയുന്നുണ്ട്. ഈ ഫ്ലവേഴ്സ് പറയുന്നത് ഗണഫൈലം മാത്രമേ ഉള്ളൂ. ഗണഫൈലം. അപ്പോഴേ ഡോക്ടറെ ലോസ് ഓഫ് സ്മെൽ എന്ന് പറഞ്ഞു ഉണ്ടോന്ന് നോക്കേ. അതേ നോക്കേ, ഏത് മെഡിസിനാ പറയുന്നത് ഡോക്ടർ? നോക്കട്ടെ. വേറെ അപ്പോഴത്തേക്ക് ഹ്യൂബർട്ട് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുകയാണോ? ഇപ്പൊ ചെയ്തതാണോ ഹ്യൂബർട്ട് ഡോക്ടറെ? ജോളി ഡോക്ടർ ഒരുപാട് ഡിമിനിഷന് അലുമിന, സൈക്ലാമിൻ, ഹെപ്പാസൾഫ്, കാൻഡികാർബ്, ഇത്രയും 4 മാർക്ക് റെമഡി, 3 മാർക്ക് റെമഡി. എല്ലിബോറസ്, മെന്റോ, സൈലീഷ്യ, തബാക്കം എല്ലാം 2 മാർക്ക് റെമഡി. ഓക്കെ, 3 മാർക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അലുമിന, അലിയസപ്പ, സൈക്ലാബിൻ, ഹെപ്പാർ, കാലി കാർബ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇനി നമ്മുടെ ഒരു പുതിയ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ഡോക്ടർ രശ്മി. പറഞ്ഞോ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. രശ്മി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത്. ഹലോ. ഓക്കെ, പറഞ്ഞോ ഡോക്ടർ. ഹലോ സാറേ. സാർ, ഒരു കേസ്, ഒരു 45 ഇയർ ഫീമെയില്, അവർക്ക് കോവിഡിന് ശേഷം റൈറ്റ് ആംഗിൾ ജോയിന്റിൽ നീര്, പിന്നെ വയറിന് ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ, അതെല്ലാം കോവിഡിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റെമഡി ഉണ്ടോ? ചില്ലിയാണ് പേഷ്യന്റ്. പിന്നെ കാർപ്പൽ സിൻഡ്രോം പോലെ കയ്യിൽ മരവിപ്പുണ്ട് രാത്രി, കാലിന്റെ അടിയിൽ, ഉള്ളംകാലിനടിയിൽ ബേണിംഗ് ഉണ്ട്. ഇതെല്ലാം ഈ കോവിഡിന് ശേഷമാണ് കൂടിയെന്ന് ഇവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. കോവിഡിന് ശേഷം കൂടുന്ന മരുന്നില് എന്റെ അനുഭവത്തിൽ കൂടുതൽ കണ്ടുള്ള മെഡറൈനും കോസ്റ്റിക്കമാണ്. മെഡറൈനും കോസ്റ്റിക്കം. അത് പ്ലാന്റ് ബേണിംഗ് ഉണ്ടെങ്കിൽ, വെർട്ടെക്സിൽ ബേണിംഗ് ഉണ്ടെങ്കിൽ കോസ്റ്റിക്കോ അല്ല,
അത് മെഡോറൈനുമാണ്. ആ. അല്ല ലിംസിന് മാത്രം തരിപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പോസ്റ്റിംഗ് കൊടുക്കുക. ആ. സാറേ പൊട്ടൻസി എങ്ങനെ കൊടുക്കണം? റിപ്പീറ്റേഷൻ. ഹൈപ്പോട്ടൻസിയ വണ്ണം ആ. ആ, ശരി സാറേ, ഞാൻ താങ്ക് യു. കൊടുക്കുന്നത് മിനിമം 10 കൊടുക്കും ഞാൻ. ആ. ചിലപ്പോൾ വണ്ണം കൊടുത്തതിന് ശേഷം കൊടുക്കും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഡോക്ടർ രശ്മി. അടുത്ത ജോളി ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്താണോ ഇപ്പൊ ചെയ്തതാണോ ഡോക്ടറെ? അതായത് സൈലീഷ്യ ഹൈലി എഫക്റ്റീവ് ആണ് ലോസ് ഓഫ് സ്മെല്ല്. സേഡ് സാർ പറഞ്ഞു കഴിഞ്ഞാണ്. സൈലീഷ്യ. എപ്പോഴും മൂക്ക് ബെൻഡായിരിക്കുവേ. സാറ് പറഞ്ഞ പതോളജി എപ്പോഴും കറക്റ്റ് ആണ്. അത് ക്ലിയർ. സെപ്റ്റം സർജറി കഴിഞ്ഞാൽ പിന്നെ സൈലീഷ്യ തന്നെ കൊടുക്കണം. സാർ അതിന്റെ പൊട്ടൻസി ഏതാണ് കൊടുക്കുന്നത്? വണ്ണം കൊടുക്കാം തുടക്കത്തിൽ. ഓക്കെ, താങ്ക്സ് സർ. ഒറ്റ ഡോസ് മതിയാ? 2 ഡോസ് രാത്രി രാവിലെ. 2 ഡോസ് നൈറ്റ് ആൻഡ് മോർണിംഗ്. ഓക്കെ താങ്ക് യു ജോളി ഡോക്ടറെ. താങ്ക് യു സെറ്റ് സാറേ. ആന്റിസോറിക്ക് മാത്രം ഡബിൾ ഡോസ് കൊടുക്കാൻ പാടില്ല. സൾഫർ ആന്റിസോറിക്ക് മെഡിസിനില്ലേ, സൾഫർ, പെട്രോളിയം, അത് അങ്ങനെ സ്വർണം, അത് മാത്രം അങ്ങനെയുള്ള മരുന്ന് മാത്രം 2 ഡോസ് മാറില്ല. ബാക്കി എല്ലാ ഡോസും ഡബിൾ ഡോസ് കൊടുക്കാം നൈറ്റ് ആൻഡ് മോർണിംഗ്. ഓക്കെ. ഇനി പുതിയതായിട്ട് നമ്മുടെ സലീംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ സലീംകുമാർ ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരുന്നു നമ്മുടെ 2000 വാർഷികം തിരുവനന്തപുരത്ത് കോവളത്ത് ജോസ് ഐസക് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 25ഓളം ഫോറിനേഴ്സ് അവിടെ ഇപ്പൊ ഒരു ബാച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. അവര് 10-ന് അവരുടെ കൺട്രീസിലേക്ക് മടങ്ങും. അതിനു മുമ്പ് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫെബ്രുവരി 8 അടുത്ത ഞായറാഴ്ചയാണ് നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മാക്സിമം പങ്കാളിത്തം ഒരു 10-40 പേരെങ്കിലും 50 പേരെങ്കിലും പങ്കെടുക്കണം. അപ്പൊ അതിന് കുറച്ച് പേരായിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചൊവ്വാഴ്ച, നാളെ അല്ല മറ്റന്നാളിനകം ഒന്ന് ധനേഷ് ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ ഇതിലുള്ള ആരെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അവരെയോ ഒന്ന് വിളിച്ചറിയിച്ചാൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോഴും പറയാം. അപ്പൊ അത് ഒന്ന് അതിന് റെസ്പോണ്ട് ചെയ്യണം എല്ലാവരും. എന്റെ പേര് വെച്ചാ ശൈല മാഡം. പിന്നെ അതെപ്പോഴേ ബുക്കടല്ലേ. താങ്ക് യു. ഓക്കെ. മറ്റേ നമ്മളെ ഹ്യൂബർട്ട് ഡോക്ടറും ജോളി ഡോക്ടറുമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരെയും പേര് തീർച്ചയായിട്ടും ചേർക്കുന്നതാണ്. ഇനി ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അറിയിക്കുക. സലീംകുമാർ ഡോക്ടറെ സംസാരിച്ചോ. ഒന്നും പറയുന്നില്ലേ? വീണ്ടും മ്യൂട്ടായിപ്പോ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തോ ഡോക്ടറെ. സാറേ, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒന്ന് കാല് പുകച്ചില്, അതുപോലെ ഈ സെനൈൽ ഫ്ലൂറൈറ്റിസ്, ഇത് രണ്ടിനും ഏതാണ് മെഡിസിൻ സാർ? ഒന്നുകൂടെ പറഞ്ഞേ. വെറുതെ തലയിലൂടെയൊക്കെ ചൊറിഞ്ഞു അവര് നമ്മൾ നോക്കിയൊന്നും കാണൂല, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കാണിച്ചാലും ഒന്നും ഉണ്ടാവില്ല. അത് കാലടിയിൽ പോയിട്ടുണ്ടോ? എന്തോ? അല്ല, ഇത് രണ്ട് കേസുകളാണ്. ഇത് ഇത്തരം കേസുകൾ പലപ്പോഴും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരാൾ തന്നെയല്ല, ഈ 2 കേസുകൾ എനിക്ക് തലവേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞ ഒന്ന് മെഡോറിനെ കൊടുക്ക്. ഏതിന്? മെഡോറിന് 10 ഏത് കേസില്? കൊടുക്കുക. കാലിന്റെ പോച്ചുള്ള ആൾക്ക്. മറ്റേ ചൊറിച്ചിലുള്ള ആൾക്ക് അതിന് പെട്രോളിയം ആണ് നല്ലത്. സോറി, ചോറിനാണ് നല്ലത്. സിംഗിൾ ഡോസ് 10 ഡബിൾ ഡോസ്. ചിലര് എന്തെങ്കിലുമൊക്കെ മുഖത്തൂടെ എഴയുന്ന അവിടെ അത് എന്റെ വിഷയം. എന്നിട്ട് പിച്ചി എടുക്കുന്ന പോലെയൊക്കെ കാണിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ അത് പല ഫോമിക്കേഷൻ മാത്രമല്ല, ഇത് കുറച്ചൊരു പെർവേർട്ടഡ് തോട്ടെന്നോ അങ്ങനെ എന്തോ ഇങ്ങനെ ഇരിക്കുന്ന പോലെ
ആക്ച്വലി ഇല്ല, പക്ഷെ അവര് പറക്കിയെടുക്കുക. അവര് കില്ലെടുത്ത് കാണിച്ചു തരും. ആ കില്ലെടുത്ത് കാണിക്കുന്ന സ്വർണം ഒന്നും ഉണ്ടാവൂല, അതേ രസം. ഒന്നും ഉണ്ടാവില്ല. നമ്മള് ഒന്നും കണ്ടെന്ന് പറഞ്ഞാൽ വഴക്കും പറയും. അപ്പോ നമ്മുടെ വളരെ പെട്ടെന്നാണ് സമയം പോയത്. സമയം പോയി അറിഞ്ഞില്ല. കൊക്കൈൻ എനിക്ക് 2 ബോംബിടാനുണ്ട്. ഇതില്ല ഷാജി ഡോക്ടർ അതിന് കൊക്കൈന് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. സലീംകുമാർ ഡോക്ടറെ കൊക്കൈൻ ഏത് പൊട്ടൻസി? കൊക്കൈൻ പൊട്ടൻസി ഇവിടെ ഒന്ന് പറയണേ ഷാജി ഡോക്ടറെ. ഷാജി കുടിയാട്ടാണോ? അല്ല, ഷാജി. അത് വരുന്നില്ല. വരുമ്പോഴേക്കും സമയം ഒട്ടും കളയാനില്ല. കൊക്കൈൻ പറഞ്ഞ ഏതിനാണ്? പുകച്ചിലിനാണോ ചൊറിച്ചിലിനാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ പിക്കിങ്ങിനായിരിക്കും. ഇതൊരു ഹലൂസിനേഷനോ അല്ലെങ്കിൽ എന്തോ ഡെല്യൂഷനോ അങ്ങനെയൊക്കെ ഇല്ലാത്തതൊന്നിനെ അടിക്കുകയല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാറിന്റെ ബോബ് അതായത് ഒരാള് മൂക്കുവാഴ്ച ഉണ്ടായി, തുമ്മലുണ്ടായി, പിന്നെ കൺജക്ഷൻ ഓഫ് ചെസ്റ്റ് ഉണ്ടായി, പിന്നെ രാത്രി ശ്വാസം മുട്ടുണ്ടായി. അത് നാജ എന്ന് പറയും മരുന്ന്. കോബ്ര കേൾക്കുന്നുണ്ടോ? കേക്കാം. പ്രതീക്ഷിക്കാത്ത മരുന്നാണ്. മൂക്കലിപ്പ്, കൊറൈസ, റണ്ണി നോസ്, കൺജക്ഷൻ ഓഫ് ചെസ്റ്റ് ആൻഡ് ആസ്മ. പ്രോഗ്രസീവ് ആണോ? ഒറ്റ ദിവസം കൊണ്ടാണോ? അല്ലല്ല, ഒരു ദിവസം രാവിലെ തുടങ്ങിയ രാത്രി ആസ്മായിട്ട് മാറും. ഓക്കെ. ഒരാൾക്ക് 2 ദിവസം കൊണ്ടുണ്ടാവും, ഒരാൾക്ക് സെയിം ഡേ ഉണ്ടാവും. നാജ കൊടുക്കാം. നാജ 200 ആദ്യം 200 കൊടുക്കുക. അത് ഒരു ഡ്രോപ്പ് എടുത്ത് 20 ഉള്ളിയോ 10 ഡ്രോപ്സോ ആക്കുക. വൺസ് ഇൻ 3rd ഡേ കൊടുക്കുക. പൊട്ടൻസി ഏതാ പറഞ്ഞ സാറ്? 200. ഓക്കെ, അപ്പൊ അതൊരു ബോംബ്. അടുത്തത് നേസൽ പോളിപ്പ്. സാറ് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. സമയമില്ല. സാറ് അടുത്ത ബോംബ് കൂടെ പറഞ്ഞോളൂ. അടുത്തത് വെച്ചാല് ശ്വാസം മുട്ട ഉണ്ടാകുക, ആള് കിടന്ന് ഉറങ്ങുക. വൈകുന്നേരം ശ്വാസം ഉണ്ടായി കിടന്ന് ഉറങ്ങും, സുഖമായിട്ട് ഉറങ്ങും. രാത്രി 1 മണി 2 മണിയാകുമ്പോൾ ചാടി എണീക്കും ശ്വാസം മുട്ടിയിട്ട്. ലാക്ടേസ് ആണിത്. അത് ലാക്ടേസ് 200 പൊട്ടൻസിയെ കൊടുക്കാവും ആദ്യം. അതിനുശേഷം 1 കൊടുക്കാം. 200 പൊട്ടൻസി കുറച്ച് 1 മാസം കൊണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത മാസം 10 ആക്കിയാൽ ഭക്ഷണമാകും. ഒരു കാരണവശാലും 200 ഉടനെ കൊടുക്കരുത്. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് 200 ചേഞ്ച് ചെയ്യാവും വണ്ണമിലോട്ട്. മനസ്സിലായില്ലേ? പിന്നീട് ശ്വാസം മുട്ട ഉണ്ടായി കിടന്നുറങ്ങി രാവിലെ 3 മണിയാകുമ്പോൾ ശ്വാസം മുട്ടണിച്ച് നടുവേനയായിട്ട് ചാടി എണിക്കും. ശ്വാസം മുട്ടുകൊണ്ട് നടുവേനയുണ്ട്, കാലിക്കാർപ്പ്. ഈ 3 ബോംബാണ് എനിക്കുള്ളത്. ഈ 3 ബോംബിലും നിൽക്കാത്ത കേസുകൾ വളരെ കുറവാണ്. ഓക്കെ, സാറിന്റെ ബോംബുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സമയവും കഴിഞ്ഞു. അങ്ങനെ എന്തായാലും വളരെ സാറിനൊപ്പം എന്നുള്ള ഒരു സെഷനാണ് നമുക്കിന്ന് നടന്നത്. വളരെ ഗംഭീരമായി, വളരെ നല്ല രീതിയിൽ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സെഷൻ കടന്നുപോയി. സമയം പോയതും അറിഞ്ഞില്ല. എന്തായാലും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ തന്നെ അങ്ങ് നന്ദി പറയുകയാണ്, സമയം ഇല്ലാത്തത് കൊണ്ട്. കൂടാതെ 8-ാം തീയതി ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഇങ്ങനെ തിരുവനന്തപുരത്ത് ജോസ് ഐസക് ഭാര്യമാരെ കൂട്ടാവോ? ഭാര്യയെ കൂട്ടാവോ? ഭാര്യമാരെയും കൂടെ വരുന്നവരല്ലേ? അപ്പോ എല്ലാരും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇനിയും പൈസ വേണ്ടെന്നാ? പൈസ തന്നേക്കാന്ന്. ഓഹോ, 2000 രൂപയാണ് ഒരാൾക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ അടുത്ത ഞായറാഴ്ചത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഒന്ന് ധനേഷ് ഡോക്ടറിനെ
കോണ്ടാക്ട് ചെയ്യണം. കാറി വരുന്നതിന് ടിക്കറ്റ് നാളെ ഉണ്ടോ മറ്റന്നാൾ കൊണ്ട് നമുക്കത് കേട്ടോ. എന്താണ് ടിക്കറ്റ് നാളെ കിട്ടുമോ അന്തിമമായിട്ട് നോക്കട്ടെ. തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യമായിട്ട് എല്ലാവരും ഒന്ന് ധനേഷ് ഡോക്ടറെ കാരണം അത്രയും ദൂരം കോണ്ടാക്ട് യാത്ര ചെയ്യണം. ചെയ്യാൻ കാറിൽ യാത്ര ചെയ്യാൻ പറ്റൂല. നാളെ ടിക്കറ്റ് നോക്കട്ടെ. ടിക്കറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഓക്കെ ഓക്കെ സാറേ. അപ്പോ സന്തോഷം. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നന്ദിയും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സലാം. ഞാനല്ലേ